നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ആൻഡോ കല്ലേരി. ആദ്യം പ്രധാന വാർത്തകൾ. ഓടിക്കൊണ്ടിരുന്ന KSRTC ബസ് ദേശീയപാതയോരത്ത് നിർത്തിയിട്ട് ഇറങ്ങിപ്പോയ ഡ്രൈവറെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. പാലക്കാട് നെന്മാറ ചത്തമംഗലം സ്വദേശി ബാബുവാണ് മരിച്ചത്. കല്ലൂർ മുഹിയുദ്ദീൻ ജുമാ മസ്ജിദ് നൂറുൽ ഹുദ ഹയർ സെക്കൻഡറി മദ്രസയുടെ നവീകരിച്ച കെട്ടിടോദ്ഘാടനവും മജ്ലിസുന്നൂർ വാർഷികവും പാണക്കാട് ശിഹാബ് തങ്ങൾ അബ്ബാസ് അലി നിർവഹിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വിജയാരവങ്ങൾ അവസാനിച്ചു. ആരാകും പ്രസിഡന്റ് എന്ന് മുന്നണികളിൽ ചർച്ചകൾ സജീവം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയപരാജയങ്ങൾ നിർണയിക്കുന്നതിൽ ഓരോ വോട്ടിനും പ്രാധാന്യം. ഒരേ വോട്ട് ലഭിച്ചതിലൂടെ നറുക്കെടുപ്പിലൂടെ വിജയിക്കുന്നതും മത്സര കാഴ്ച. ചൈനയിൽ 15 വയസ്സിന് താഴെയുള്ള ആൺകുട്ടികളുടെ ലോക വോളിബോൾ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്ത് തിരിച്ചെത്തിയ വരന്തരപ്പള്ളി CJMHS സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥി M. നെവിൽ കൃഷ്ണയ്ക്ക് എയർപോർട്ടിൽ സ്വീകരണം നൽകി. വിശദമായ വാർത്തകളിലേക്ക്. ഓടിക്കൊണ്ടിരുന്ന KSRTC ബസ് ദേശീയപാതയോരത്ത് നിർത്തിയിട്ട് ഇറങ്ങിപ്പോയ ഡ്രൈവറെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. പാലക്കാട് നെന്മാറ ചാത്തമംഗലം സ്വദേശി നമ്പൂതിരിപ്പറമ്പ് വീട്ടിൽ ബാബുവിനെയാണ് മണലി പാലത്തിനു താഴെ ഞായറാഴ്ച രാവിലെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 45 വയസ്സായിരുന്നു. ശനിയാഴ്ച വൈകിട്ടാണ് ടോൾ പ്ലാസയ്ക്കു സമീപം ബസ് നിർത്തിയിട്ട് ബാബു ഇറങ്ങിപ്പോയത്. യാത്രക്കാരെ കണ്ടക്ടർ ഇടപെട്ട് മറ്റൊരു ബസ്സിൽ കയറ്റിവിടുകയായിരുന്നു. ബസ് പിന്നീട് പുതുക്കാട് ഡിപ്പോയിലേക്ക് മാറ്റി. പരാതിയെ തുടർന്ന് പുതുക്കാട് പോലീസും ബന്ധുക്കളും ചേർന്ന് അന്വേഷിക്കുന്നതിനിടെ മണലി പാലത്തിനു സമീപമുള്ള ഭാഗത്ത് ബാബുവിന്റെ മൊബൈൽ ഫോൺ ലഭിച്ചിരുന്നു. ഞായറാഴ്ച രാവിലെയാണ് പാലത്തിനു സമീപം ബാബുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. ബാബുവിന്റെ പെട്ടെന്നുള്ള പ്രകോപനത്തിന്റെ കാരണം വ്യക്തമല്ല. കല്ലൂർ മുഹിയുദ്ദീൻ ജുമാ മസ്ജിദ് നൂറുൽ ഹുദ ഹയർ സെക്കൻഡറി മദ്രസയുടെ നവീകരിച്ച കെട്ടിടോദ്ഘാടനവും മജ്ലിസുന്നൂർ വാർഷികവും പാണക്കാട് ശിഹാബ് തങ്ങൾ അബ്ബാസ് അലി നിർവഹിച്ചു. മഹൽ പ്രസിഡന്റ് നാസർ പാടത്തുപറമ്പിൽ അധ്യക്ഷനായിരുന്നു. പാലപ്പള്ളി റേഞ്ച് പ്രസിഡന്റ് VS ഇല്യാസ് ഫൈസി, മഹൽ ഖത്തീബ് ഉബൈദ് റബ്ബാനി അൽ ഫറൂഖി, സൈനുൽ ആബിദ് സആദി, സെക്രട്ടറി മുഹമ്മദ് മൻസൂർ, സൈനുൽ ആബിദ് സആദി, അബ്ദുൽ അസീസ് മുസ്ലിയാർ, ഹാരിസ് മുസ്ലിയാർ, മുഹമ്മദ് സ്വാലിഹ് സആദി, KA ഫൈസൽ, ഷറഫുദ്ദീൻ എന്നിവർ സംസാരിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വിജയാരവങ്ങൾ അവസാനിച്ചു. പ്രസിഡന്റ് പദവിയിലേക്ക് ഇനി ആരൊക്കെ? മുന്നണികളിൽ ചർച്ചകൾ സജീവമാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഭരണസമിതികൾ ഡിസംബർ 21 സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേൽക്കും. ഭരണസമിതിയുടെ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് പദവികളിലേക്ക് ആരൊക്കെ എന്നത് സംബന്ധിച്ച് മുന്നണികളിൽ ചർച്ചകൾ സജീവമാണ്. UDF വ്യക്തമായ ഭൂരിപക്ഷത്തോടെ ഭരണം നിലനിർത്തിയ അളഗപ്പനഗർ പഞ്ചായത്തിൽ വാർഡ് 2 നിന്ന് വിജയിച്ച K. രാജേശ്വരിയുടെ പേര് തന്നെയാണ് കൂടുതൽ ഉയർന്നു കേൾക്കുന്നത്. പഞ്ചായത്തിന്റെ ഭരണസമിതിയിൽ 1/4 നൂറ്റാണ്ട് പിന്നിട്ട രാജേശ്വരി പരിചയസമ്പത്തും നേതൃപാടവവും കൈമുതലായുള്ള വനിതാ നേതാവാണ്. വാർഡ് 5 നിന്ന് വിജയിച്ച ഭാഗ്യവതി ചന്ദ്രനും പരിഗണനാ പട്ടികയിലുണ്ട്. പ്രസിഡന്റ് സ്ഥാനം SC വനിതാ സംവരണമായ വരന്തരപ്പള്ളി പഞ്ചായത്തിൽ UDFിലെ മീന മദനൻ പ്രസിഡന്റാകുമെന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു. LDFിൽ നിന്ന് ഭരണം തിരിച്ചുപിടിച്ചതിന്റെ മികവിലാണ് ഇവിടെ UDF. ഭരണം നിലനിർത്തിയ തൃക്കൂർ പഞ്ചായത്തിൽ സുന്ദരി മോഹൻദാസിന്റെ പേര് തന്നെയാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പ്രഥമ പരിഗണനയിലുള്ളത്. കഴിഞ്ഞ ഭരണസമിതിയിൽ ഇവിടെ പ്രസിഡന്റ് പദവി 3 പേർക്കായി പങ്കുവച്ചിരുന്നു. UDF ഭരണം നിലനിർത്തിയ പുതുക്കാട് പഞ്ചായത്തിൽ വാർഡ് 9 നിന്ന് വിജയിച്ച രതി ബാബുവിനാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പ്രഥമ പരിഗണന. ജോളി ചുക്കിരി, ജോഷി ജോയ് എന്നിവരുടെ പേരുകളും ഉയർന്നു കേൾക്കുന്നുണ്ട്. LDFിന്റെ ശക്തി കേന്ദ്രമായ നെന്മണിക്കര പഞ്ചായത്തിൽ ഇത്തവണ പ്രസിഡന്റ് പദവി വനിതാ സംവരണമാണ്. വാർഡ് 11 നിന്ന് വിജയിച്ച VT വിജയലക്ഷ്മിയാണ് ഇവിടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്നവരിൽ മുൻപന്തിയിലുള്ളത്. LDF ഭരണം നിലനിർത്തിയ പറപ്പൂക്കര പഞ്ചായത്തിൽ വാർഡ് 17 LDF സ്വതന്ത്രയായി മത്സരിച്ച ബീന സുരേന്ദ്രന്റെ പേരിനാണ് മുൻഗണന.
കഴിഞ്ഞ ഭരണസമിതിയിൽ വൈസ് പ്രസിഡന്റായിരുന്ന വീണ സുരേന്ദ്രൻ ഇത്തവണ പ്രസിഡന്റ് പദവിയിലേക്ക് എത്തുമെന്നാണ് സൂചന. അതേസമയം പ്രസിഡന്റ് സ്ഥാനത്തേക്ക് യോഗ്യതയുള്ള നിരവധി വനിതകളുണ്ടെന്നും തീരുമാനം ആയിട്ടില്ലെന്നും പാർട്ടി വൃത്തങ്ങൾ പറയുന്നു. LDF ഭരിച്ചിരുന്ന മറ്റത്തൂർ പഞ്ചായത്തിൽ ഇത്തവണ ആര് ഭരിക്കുമെന്ന കാര്യത്തിൽ വ്യക്തതയായിട്ടില്ല. നിലവിൽ 10 സീറ്റുകളുമായി ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായിട്ടുള്ളത് LDF തന്നെയാണ്. 8 സീറ്റുകളുള്ള UDFന് 2 വിമതരുടെ പിന്തുണ ലഭിച്ചാൽ അവരും 10 സീറ്റിലേക്കെത്തും. ഇങ്ങനെ വന്നാൽ മറ്റത്തൂർ പഞ്ചായത്തിന്റെ ഭരണം നറുക്കെടുപ്പിലൂടെയായിരിക്കും തീരുമാനിക്കുക. LDFിൽ നിന്ന് CC ബിജുവിന്റെ പേരാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പ്രഥമ പരിഗണനയിൽ എന്നാണ് സൂചന. UDFന് ഭരണം ലഭിക്കുകയാണെങ്കിൽ ലിൻഡോ പള്ളിപ്പറമ്പിനും സാധ്യതയുണ്ട്. അതേസമയം 2 സ്വതന്ത്രന്മാരുടെ പിന്തുണ ലഭിക്കുകയാണെങ്കിൽ അവരുടെ നിലപാടുകളും പ്രസിഡന്റ് പദവിയിൽ നിർണായകമാകും. ഈ പേരുകൾ ഒന്നുമല്ലാതെ ചില അപ്രതീക്ഷിത പേരുകളും ഒരുപക്ഷെ നേതൃനിരയിലേക്ക് പ്രതീക്ഷിക്കാം. ഏതായാലും മുന്നണികളിൽ ചർച്ചകൾ സജീവമാണ്. പരിചയസമ്പത്തും നേതൃപാടവവും ജനപിന്തുണയും ഒക്കെ കണക്കിലെടുത്താകും ചർച്ചകൾക്കൊടുവിൽ പഞ്ചായത്തിന്റെ സാരഥികളെ മുന്നണികൾ തീരുമാനിക്കുക. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഓരോ വോട്ടും എത്ര പ്രധാനപ്പെട്ടതാണ് എന്നറിയാൻ ചിലരുടെ വിജയങ്ങൾ നോക്കിയാൽ മതി. ഒരേ വോട്ട് ലഭിച്ചതിലൂടെ നറുക്കെടുപ്പിലൂടെ വിജയിച്ചവരും ഉണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ. മറ്റത്തൂർ പഞ്ചായത്തിലെ വാർഡ് 23 ചുങ്കാലിൽ UDF സ്ഥാനാർത്ഥി അക്ഷയ് സന്തോഷ് വിജയിച്ചത് 9 വോട്ടുകൾക്കാണ്. അക്ഷയ് സന്തോഷ് 502 വോട്ടുകൾ നേടിയപ്പോൾ LDF സ്ഥാനാർത്ഥി ദേവരാജ് 493 വോട്ടുകൾ നേടി രണ്ടാമതെത്തി. നെന്മണിക്കര പഞ്ചായത്തിലെ വാർഡ് 4 പുലക്കാട്ടുകരയിൽ LDFന്റെ സൂര്യ അനീഷ് വിജയിച്ചത് 9 വോട്ടുകൾക്കാണ്. സൂര്യ അനീഷ് 336 വോട്ടുകൾ നേടിയപ്പോൾ തൊട്ടുപുറകിൽ UDFന്റെ ബീന ജോൺസൺ നേടിയത് 327 വോട്ടുകൾ. വാർഡ് 12-ൽ UDFന്റെ തങ്ക ഭാസ്കരൻ നേടിയത് 456 വോട്ടുകൾ. തൊട്ടുപുറകിൽ LDF സ്ഥാനാർത്ഥി സുധാ രാജേഷ് നേടിയത് 449 വോട്ടുകൾ. തങ്ക ഭാസ്കരന്റെ വിജയം 7 വോട്ടിന്. പറപ്പൂക്കര പഞ്ചായത്ത് വാർഡ് 12 നന്ദിക്കരയിൽ UDF സ്ഥാനാർത്ഥി KS ജോൺസൺ നേടിയത് 363 വോട്ടുകൾ. രണ്ടാം സ്ഥാനത്ത് NDAയുടെ രാഹുൽ നന്ദിക്കര നേടിയത് 355 വോട്ടുകൾ. KS ജോൺസന്റെ വിജയം 8 വോട്ടുകൾക്ക്. ഇവിടെ നിലവിലെ പഞ്ചായത്ത് പ്രസിഡന്റ് LDFന്റെ EK അനൂപ് മൂന്നാം സ്ഥാനത്തെത്തിയത് LDFന് കനത്ത തിരിച്ചടിയായി. പറപ്പൂക്കര പഞ്ചായത്ത് വാർഡ് 13 പോങ്കോത്രയിൽ LDFന്റെ സുനീത രവീന്ദ്രൻ നേടിയത് 372 വോട്ടുകൾ. തൊട്ടുപുറകിൽ UDF സ്ഥാനാർത്ഥി രേഷ്മ ലിൻഡോ നേടിയത് 363 വോട്ടുകൾ. സുനിതയുടെ വിജയം 9 വോട്ടുകൾക്ക്. അളഗപ്പനഗർ പഞ്ചായത്ത് വാർഡ് 3 വെണ്ടോർ നോർത്തിൽ UDFന്റെ സോണിയ പിന്റോ നേടിയത് 400 വോട്ടുകൾ. LDFന്റെ ജോബി ജെയ്സൺ 390 വോട്ട് നേടി രണ്ടാമതെത്തി. സോണിയയുടെ വിജയം 10 വോട്ടുകൾക്ക്. തൃക്കൂർ പഞ്ചായത്ത് വാർഡ് 2 തൃക്കൂരിൽ NDAയുടെ ഷീബ നികേഷ് നേടിയത് 343 വോട്ടുകൾ. തൊട്ടുപുറകിൽ LDF സ്ഥാനാർത്ഥി രാമകൃഷ്ണൻ MG നേടിയത് 337 വോട്ടുകൾ. ഷീബ നികേഷ് വിജയിച്ചത് 6 വോട്ടുകൾക്ക്. വരന്തരപ്പള്ളി പഞ്ചായത്ത് വാർഡ് 9 എച്ചിപ്പാറയിൽ UDFന്റെ ഷാദിയ അഫ്സൽ 306 വോട്ടുകൾ നേടിയപ്പോൾ തൊട്ടുപിറകിൽ LDFന്റെ റസിയ ജലാൽ 302 വോട്ടുകൾ നേടി. ഷാദിയ വിജയിച്ചത് 4 വോട്ടിന്. വാർഡ് 14 പൗണ്ട് കാരിക്കുളം കടവിൽ UDFന്റെ ആൻസി തോമസും LDFന്റെ ഷൈറ നിഷാദും നേടിയത് ഒരേ വോട്ടുകൾ 542. അവസാനം നറുക്കെടുപ്പിലൂടെ വിജയവും ഭാഗ്യവും UDFനെ തുണച്ചു. ആൻസി തോമസിന് വിജയം. വാർഡ് 22 മാട്ടുമലയിൽ LDFന്റെ ഷീബ സന്ദീപ് നേടിയത് 604 വോട്ടുകൾ. തൊട്ടുപിറകിൽ NDA സ്ഥാനാർത്ഥി വന്ദന രതീഷ് നേടിയത് 598 വോട്ടുകൾ. ഷീബ സന്ദീപിന്റെ വിജയം 6 വോട്ടുകൾക്ക്. ജനാധിപത്യ പ്രക്രിയയിൽ നമ്മുടെ ഓരോ വോട്ടുകളും എത്ര പ്രധാനപ്പെട്ടതാണ് എന്ന് തെളിയിക്കുന്നതാണ് ഇവരുടെ വിജയവും പരാജയവും. വരന്തരപ്പള്ളി CJM HSS സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥി M നെവിൽ കൃഷ്ണ ചൈനയിൽ നടന്ന 15 വയസ്സിന് താഴെയുള്ള ആൺകുട്ടികളുടെ ലോക വോളിബോൾ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തു. ഇന്ത്യൻ ടീമിലെ കേരളത്തിൽ നിന്നുള്ള ഏക താരമാണ് നെവിൽ കൃഷ്ണ. ബ്രസീലിനെ തോൽപ്പിച്ച് 3ാം സ്ഥാനമാണ് ഇന്ത്യ നേടിയത്. സ്കൂളിലെ റെഡ്ലാൻഡ്സ് വോളിബോൾ അക്കാദമിയിലാണ് നെവിൽ പരിശീലനം നടത്തുന്നത്. അന്തരിച്ച മുൻ രാജ്യാന്തര താരം ജോഫി ജോർജിന്റെയും
മേഴ്സി ജോഫി, ജോ ജോഫി എന്നിവരുടെ കീഴിലാണ് നെവിൽ പരിശീലനം നടത്തിയിരുന്നത്. ചൈനയിൽ നിന്നും തിരിച്ച് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിയ നെവിനെ സ്കൂൾ PTA പ്രസിഡന്റ് ബൈജു മുള്ളക്കര, പ്രധാന അധ്യാപകൻ ജോവല്ലി ജോസഫ്, കായിക അധ്യാപകൻ അജോ ജോസഫ്, നിമൽ കെ ബെന്നി, പരിശീലകരായ മേഴ്സി ജോഫി, ജോ ജോഫി, എ ജെറോയ്, മാതാപിതാക്കളായ നെടുമ്പാൾ, കൊച്ചുകുളം വീട്ടിൽ മനോജ്, സിജി എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. ഇനി കാലാവസ്ഥ. കൂടിയ താപനില 32 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 21 ഡിഗ്രി സെൽഷ്യസ്. വില്ലടം രാമോർമ്മപുരത്തെ കനറ ബാങ്ക് ഗ്രാമീണ സ്വയം തൊഴിൽ പരിശീലന കേന്ദ്രത്തിൽ സൗജന്യ മൊബൈൽ ഫോൺ റിപ്പയറിംഗ് ആൻഡ് സർവീസ് പരിശീലനം നടത്തുന്നു. 30 ദിവസത്തെ കാലാവധിയിൽ നടത്തുന്ന കോഴ്സിലേക്ക് 18-50 ഇടയിൽ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം. പരിശീലനം വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് കേന്ദ്ര ഗവൺമെന്റിന്റെ NCVET സർട്ടിഫിക്കറ്റ് ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 0447269441 അല്ലെങ്കിൽ 9447196324 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 12,275 രൂപ, പവന് 98,200 രൂപ. കല്ലൂർ പാറക്കാട് തിരുത്തിക്കുളങ്ങര പരേതനായ അയ്യപ്പൻകുട്ടിയുടെ ഭാര്യ കാളിക്കുട്ടി അന്തരിച്ചു. 85 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ഗിരിജ, ഗിരിദാസൻ, പരേതനായ പുഷ്പാകരൻ എന്നിവർ മക്കളും. മീന, അയ്യപ്പൻ, ഷീലാദേവി എന്നിവർ മരുമക്കളുമാണ്. നെടുമ്പാൾ പുതുശ്ശേരി ത്രേസ്യ അന്തരിച്ചു. 98 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച രാവിലെ പറപ്പുക്കര സെന്റ് ജോൺസ് ഫൊറോന ദേവാലയത്തിൽ നടക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ഓടിക്കൊണ്ടിരുന്ന KSRTC ബസ് ദേശീയപാതയോരത്ത് നിർത്തിയിട്ട് ഇറങ്ങിപ്പോയ ഡ്രൈവറെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. പാലക്കാട് നെന്മാറ ചാത്തമംഗലം സ്വദേശി ബാബുവാണ് മരിച്ചത്. കല്ലൂർ മുഹിയുദ്ദീൻ ജുമാ മസ്ജിദ് നൂറുൽ ഹുദ ഹയർ സെക്കൻഡറി മദ്രസയുടെ നവീകരിച്ച കെട്ടിടോദ്ഘാടനവും മജ്ലിസുന്നൂർ വാർഷികവും പാണക്കാട് ശിഹാബ് തങ്ങൾ അബ്ബാസ് അലി നിർവഹിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വിജയാരവങ്ങൾ അവസാനിച്ചു. ആരാകും പ്രസിഡന്റ് എന്ന് മുന്നണികളിൽ ചർച്ചകൾ സജീവം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയപരാജയങ്ങൾ നിർണയിക്കുന്നതിൽ ഓരോ വോട്ടിനും പ്രാധാന്യം. ഒരേ വോട്ട് ലഭിച്ചതിലൂടെ നറുക്കെടുപ്പിലൂടെ വിജയിക്കുന്നതും മത്സര കാഴ്ച. ചൈനയിൽ 15 വയസ്സിന് താഴെയുള്ള ആൺകുട്ടികളുടെ ലോക വോളിബോൾ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്ത് തിരിച്ചെത്തിയ വരന്തരപ്പള്ളി CJMHS സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥി M നെവിൽ കൃഷ്ണയ്ക്ക് എയർപോർട്ടിൽ സ്വീകരണം നൽകി. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിൻ എല്ലാ ദിവസവും രാത്രി 9 മുതൽ യൂട്യൂബിൽ ലഭ്യമാണ്. വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കും nctvnews.com എന്ന വെബ്സൈറ്റും NCTV ന്യൂസ് എന്ന ഇൻസ്റ്റഗ്രാം പേജും ഫോളോ ചെയ്യുക. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.